ബീഹാറിൽ ബി.ജെ.പി. നേതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. വ്യവസായിയും ബി.ജെ.പി. നേതാവുമായ ഗോപാൽ ഖെംകെയാണ് കൊല്ലപ്പെട്ടത്. പാട്നയിലെ വീടിന് മുന്നിൽ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. ഗോപാൽ ഖെംകെയുടെ മകനും 6 വർഷം മുൻപ് വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത്. പാട്നയിലെ ഗാന്ധി മൈതാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പനാഷെ ഹോട്ടലിന് സമീപത്ത് വെച്ചാണ് സംഭവം. ഗോപാൽ ഖെംകെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. പനാഷെ ഹോട്ടലിന് സമീപമുള്ള ട്വിൻ ടവർ ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് ഗോപാൽ ഖെംകെ കഴിഞ്ഞിരുന്നത്. അക്രമി വെടിയുതിർത്തതിനു ശേഷം സ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞു. ഖെംക സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സ്ഥലത്ത് നിന്ന് വെടിയുണ്ടയും മറ്റു വസ്തുക്കളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവം അറിഞ്ഞ ഉടനെ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചുവെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് സൂപ്രണ്ട് ദീക്ഷ വ്യക്തമാക്കി. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. 6 വർഷം മുൻപ് ഖെംകെയുടെ മകൻ ഗുഞ്ചൻ ഖെംകെയും സമാനമായ രീതിയിലാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. മകൻ കൊല്ലപ്പെട്ട സമയത്ത് കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ ഗോപാൽ ഖെംകെ കൊല്ലപ്പെടില്ലായിരുന്നുവെന്നും ബീഹാർ ക്രിമിനലുകളുടെ താവളമായി മാറിയെന്നും പപ്പു യാദവ് MP ആരോപിക്കുന്നുണ്ട്. അതേസമയം സംഭവം നടന്ന് 3 മണിക്കൂറിന് ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയെന്ന് ഗോപാൽ ഖെംകെയുടെ സഹോദരൻ ശങ്കർ ആരോപിക്കുന്നുണ്ട്. രാത്രി 11:30ഓടെ വെടിവെപ്പുണ്ടായ ശേഷം പുലർച്ചെ 2:30-നാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നും ശങ്കർ ആരോപിച്ചു. അതേസമയം തലസ്ഥാനമായ പാട്ന സുരക്ഷിതമാണെന്ന് ബീഹാർ പോലീസിന് അധികകാലം അവകാശപ്പെടാൻ കഴിയില്ല. പാട്നയിലെ മുതിർന്ന പോലീസ് സൂപ്രണ്ടുമാരെ ഏതെങ്കിലും പേരിൽ മാറ്റുന്നുണ്ട്. പക്ഷേ കുറ്റവാളികൾക്ക് ആരെയും ഭയമില്ല. 2018 ഡിസംബറിൽ ഹാജിപൂർ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ തന്റെ ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ പ്രശസ്ത യുവ സംരംഭകനായ ഗുഞ്ചൻ ഖെംകെയെ കുറ്റവാളികൾ വെടിവെച്ചു കൊന്നു. ഇപ്പോൾ തലസ്ഥാനമായ പാട്നയിൽ ഗാന്ധി മൈതാനത്തിനടുത്തുള്ള അപ്പാർട്ട്മെന്റിലെ ഗേറ്റിൽ വെച്ച് അദ്ദേഹത്തിന്റെ പിതാവും പ്രശസ്ത വ്യവസായിയുമായ ഗോപാൽ ഖെംകെയെ കൊലപ്പെടുത്തി. കുറ്റവാളികൾ രക്ഷപ്പെട്ടു. മകന്റെ കൊലപാതകത്തിന് മുൻപ് ഗോപാൽ ഖെംകെയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിയുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. സജീവമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇപ്പോൾ കുറ്റവാളികൾ അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു. ബീഹാറിലെ പ്രശസ്ത വ്യവസായിയും ഒരു കാലത്ത് പാട്നയിലെ മികച്ച ആശുപത്രിയായിരുന്ന മഗധ് ആശുപത്രിയുടെ ഉടമയുമായ ഗോപാൽ ഖെംകെയ്ക്ക് നേരെയാണ് ഇത്തരമൊരു മാരകമായ ആക്രമണം ആദ്യമായി ഉണ്ടായത്. പക്ഷേ അദ്ദേഹം അത് അതിജീവിച്ചില്ല. മകന്റെ മരണശേഷം അദ്ദേഹം വളരെയധികം നിരാശനായിരുന്നു. തന്റെ ആശുപത്രി പോലും വിറ്റു. വ്യവസായി കുടുംബത്തിലെ മകനായ ഗുഞ്ചൻ ഖെംകെയെ ഹാജിപൂരിലെ ഏറ്റവും പ്രശസ്തമായ പാസ്വാൻ ചൌക്കിന് സമീപം കൊലപ്പെടുത്തി. 2018 ഡിസംബറിൽ ഉച്ച കഴിഞ്ഞ് 1 മണിയോടെ ഹാജിപൂരിലെ കാർട്ടൺ ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ കുറ്റവാളികൾ അദ്ദേഹത്തിന്റെ കാറിന് നേരെ വിവേചനരഹിതമായി വെടിയുതിർത്തു. നേരത്തെ 2016-ലും ഗുഞ്ചന് നേരെ ഒരു മാരകമായ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ 2018 ഡിസംബറിൽ അദ്ദേഹത്തിന് നിരവധി വെടിയുണ്ടകൾ ഏൽക്കേണ്ടി വന്നു. ഡോക്ടർമാർക്ക് അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. ഡ്രൈവർക്കും പരിക്കേറ്റിരുന്നു. ബീഹാറിൽ ബിസിനസ്സുകാരും പ്രത്യേകിച്ച് മാർവാരി സമൂഹവും സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഗോപാൽ ഖെംക ഒരു പരിധിവരെ ഈ പാർട്ടിയുമായി സജീവമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ബീഹാർ സംസ്ഥാന ചെറുകിട വ്യവസായ സെല്ലിന്റെ കൺവീനർ കൂടിയായിരുന്നു. ഇളയ മകന്റെ കൊലപാതകത്തിനു ശേഷം ഗോപാൽ ഖെംക വളരെക്കാലം പല കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയായിരുന്നു. മകന്റെ കൊലപാതകത്തിൽ ദേഷ്യപ്പെട്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വരെ അകന്നു. തന്റെ ബിസിനസ്സിൽ അത്ര ശ്രദ്ധ ചെലുത്തിയില്ല. ഏകദേശം 6.5 വർഷത്തിനുള്ളിൽ ചില മുറിവുകൾ ഉണങ്ങിയിരിക്കണമെന്നും വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. കുറച്ചു സമയം ചെലവഴിക്കാൻ അദ്ദേഹം പട്ന ക്ലബിൽ തന്റെ സുഹൃത്തുക്കളെ കാണാറുണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാത്രി അവിടെ നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന വ്യവസായി ഗോപാൽ ഖെംകെയുടെ കുടുംബാംഗങ്ങൾ രോഷം പ്രകടിപ്പിക്കുകയും ബീഹാർ പോലീസിന്റെ പ്രവർത്തന ശൈലി ഇന്ന് നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞു. പോലീസിനെ അറിയിച്ചിട്ടും ഏകദേശം 1.5 മുതൽ 2 മണിക്കൂർ വരെ പോലീസ് എത്തിയില്ലെന്നാണ് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. ബീഹാർ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുടുംബാംഗങ്ങൾ പറയുകയും ചെയ്തു. ഈ സർക്കാരിൽ ആരും സുരക്ഷിതരല്ലെന്നും കുറ്റവാളികളുടെ മനോവീര്യം ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചതിനാൽ അവർ വീടുകളിൽ കയറി ആളുകളെ കൊല്ലുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.